ഈ പുസ്തകം എഴുതാൻ പ്രേരിപ്പിച്ചത്? പുസ്തകം എഴുതിയ ആളുടെ പേരെന്താ? ഷാമു, കോയമ്പത്തൂർ ഷാമുവൽ. എന്നെ ഈ പുസ്തകം എഴുതാൻ പ്രേരിപ്പിച്ചത് 3 ആളുകളുടെ, അതിൽ 2 സംഘടനകളുടെ പ്രവർത്തനം, ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള പ്രവർത്തനം കൊണ്ടും ഒരാളുടെ വല്ലാത്ത വെല്ലുവിളി കൊണ്ടുമാണ് മുഹമ്മദ് നബിക്കെതിരെ ഞാൻ ഈ പുസ്തകം എഴുതേണ്ടി വന്നത്. പഠിക്കണം. ഞാൻ തൊടുപുഴയിലും അതേപോലെ തന്നെ പല സ്ഥലങ്ങളിലും ആ പുസ്തകം വെച്ച് വിമർശിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു മറുവശവും കൂടി ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ. അതുകൊണ്ട് അന്ന് ആ വിമർശനത്തിന് മറുപടിയിലേക്ക് ഞാൻ പോകുന്നില്ല. 12-ാം പേജിൽ പറഞ്ഞ കാര്യം ഇവിടുത്തെ ബുദ്ധിയുള്ളവർ പഠിച്ചു. എന്തുകൊണ്ടാ SSFകാരും SOSകാരും കാന്തപുര ഉസ്താദും നമ്മൾ നല്ല നിലക്ക് നീങ്ങണം എന്ന ആ നേതൃത്വത്തെ എന്തുകൊണ്ടാണ് നമ്മൾ അംഗീകരിക്കുന്നത്? നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിതാ ഏറ്റവും അവസാനത്തെ ഒരു ചിത്രം പഠിച്ചു. അവര് പറഞ്ഞു, ക്രിസ്ത്യാനി സമൂഹത്തെ വല്ലാതെ വിമർശിച്ച് വേണ്ടാതെ വിമർശിച്ച 2 സംഘടനകൾ, ഒന്ന് വഹാബിസം, ഇന്ത്യൻ വഹാബിസം എന്നാണ് എഴുതിയത്. 2 സിമി. ഈ 2 സംഘടനകളും വേണ്ടടുത്തും വേണ്ടാത്തടുത്തും ഞങ്ങളുടെ ദൈവങ്ങളെ വിമർശിക്കുന്നു. 3-മതൊരാളെ കുറിച്ച് പറഞ്ഞു, വെക്കിരിയെ കുറിച്ച്. അദ്ദേഹത്തിന്റെ വിമർശനം ഒട്ടും സഹിക്കാതെ വന്നപ്പോഴാണ് ഞാൻ തുടങ്ങിയെന്നാ പറഞ്ഞത്. ഇതാണോ? അതാരാ വെക്കിരി എന്ന് ഉദ്ദേശിക്കുന്നത്? അനുവാദകരായ ബൈബിൾ വിദ്യാർത്ഥികളുടെയും സുവിശേഷ പ്രവർത്തകരുടെയും സാഹചര്യങ്ങൾക്ക് പരിവർത്തനമുണ്ടാക്കുന്ന പ്രാർത്ഥന MM അക്ബർ. തീവ്രവാദികളുടെ ഹൃദയം രൂപവൽക്കരണത്തിന് ഈ ഗ്രന്ഥം ഉപകരിക്കട്ടെ. അപ്പൊ നിങ്ങൾ MM അക്ബറിനെ കേട്ടിട്ടുണ്ട്? എവിടെ ചെന്നാലും ആദ്യം പഠിച്ചു വെച്ച തത്തമ്മയെ പൂച്ച പൂച്ച എന്ന് പറഞ്ഞ കുറെ ചോദ്യങ്ങളുണ്ട് ക്രിസ്ത്യാനികൾക്കെതിരെ. ചങ്ങനാശ്ശേരിയില് ടൗണിന്റെ തൊട്ടടുത്ത് കാണുന്ന കോളേജില് വന്ന് ഭയങ്കര വാഗ്വാദം. ആരും മറുപടി പറയും? 40 ചോദ്യങ്ങൾ ക്രിസ്ത്യാനികളോട് ചോദിച്ചു. മറുപടി ഉണ്ടോ? ആരാ മറുപടി പറയേണ്ടത്? ക്രിസ്ത്യാനികൾ. അവര് നേരെ അച്ഛനെ കൊണ്ടുവന്നു. ഇവിടുത്തെ അച്ഛന്മാരൊന്നും പോരാത്ത കൊണ്ട് അവർ ലണ്ടനിൽ നിന്ന് അച്ഛനെ കൊണ്ടുവന്നു, വലിയ കാര്യപ്പെട്ട മഹാനെ. അതേ കോളേജിൽ വെച്ചുകൊണ്ട് അവർ തിരിച്ചു വെച്ചു, അള്ളാഹുവിനോട് 80 ചോദ്യം. മറുപടി ഉണ്ടോ? യേശുവിനോട് 40 ചോദിച്ചുള്ളൂ. തിരിച്ചവര് ചോദിച്ചു അള്ളാഹിനോട് 80 ചോദ്യം. ചോദ്യം ചോദിക്കാൻ ആർക്കാടോ പറ്റാത്തത്? പറ. ചോദ്യം ചോദിക്കാൻ നമുക്കൊക്കെ കഴിയും, മറുപടി പറയാൻ അതിൽ ഒതുങ്ങി നിന്നുകൊണ്ട് പറയണം ഇസ്ലാമിന്റെ കാര്യങ്ങൾ. അള്ളാഹ് എന്നാ ജനിച്ചത്? അങ്ങനത്തെ ചർച്ചകളൊന്നും കൂടുതൽ പോകരുതെന്നാണ് ഇസ്ലാം മതം നമ്മെ പഠിപ്പിക്കുന്നത്. അതിനൊക്കെ പരിധിയുണ്ട്. അപ്പൊ ചോദ്യം ആർക്കും ചോദിക്കാം. 80 ചോദ്യം ചോദിച്ചപ്പോ MM അക്ബറിനോട് പറഞ്ഞു, ദാ അവരിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് 40-ന് 80 ഇരട്ടി ദാ വന്നിട്ടുണ്ട്, അതുകൊണ്ട് മറുപടി പറയാൻ പാ. എനിക്കിപ്പോ സമയമില്ല, ഈ സമയം വരെ വന്നിട്ടുമില്ല. ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? അമ്മാതിരിയുള്ള MM അക്ബർ പോലത്തവരുടെ വിഷമം കൊണ്ടാണ് ഞങ്ങൾ മുഹമ്മദ് നബിക്കെതിരെ ഈ പുസ്തകം ഇറക്കേണ്ടി വന്നത്. ക്രൈസ്തവ വിശ്വാസത്തെ ആക്രമിക്കാതിരിക്കുവാൻ ഈ ചെറുഗ്രന്ഥം സഹായകമാകട്ടെ. അവരുടെ വാക്ക് തന്നെ. മുഹമ്മദ് റസൂലുള്ളാഹിനെ വിമർശിച്ചത് തീർത്തും തെറ്റായിപ്പോയി എന്ന് 10,000 വട്ടം ഉറക്കെ പ്രഖ്യാപിക്കുന്നതോടൊപ്പം ക്രൈസ്തവ സഹോദരങ്ങളല്ല, ഈ ക്രൈസ്തവ സഹോദരനുണ്ട് മുജാഹിദീങ്ങള്. അതാണ് പെന്തക്കോസ്ത് വിഭാഗം, പാസ്റ്റർമാര്. ക്രിസ്ത്യാനി വിഭാഗത്തിന്റെ മുജാഹിദ. അവരുടെ ആശയങ്ങളൊക്കെ വിമർശിക്കുന്നുണ്ട്. ആ ആളുകളുടെ പ്രവർത്തനം ഞാൻ വിമർശിച്ചുകൊണ്ട് തന്നെയാ പറയുന്നത്. അന്യമതക്കാരെ വെറുതെ വേണ്ടതിനും വേണ്ടാത്തതിനും വിമർശിക്കാൻ പോയപ്പോഴല്ലേ റസൂലുള്ളാഹിക്കെതിരെ പുസ്തകം വരെ ഇറങ്ങേണ്ടി വന്നത്. ഇനി ഒരു കാര്യം ചങ്കിന് കൈവച്ചുകൊണ്ടൊന്ന് ചോദിച്ചോ. ഇന്നിവിടെ ഒരു പരിപാടി, സുന്നി ഏതു ആവട്ടെ, വിളിപ്പുറത്ത് വേറെ ഒരു പരിപാടി, അതിന്റെ 4 കിലോമീറ്റർ വേറെ ഒരു പരിപാടി. ഇന്നത്തെ രാത്രി പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ, വലിയ പ്രത്യേകതയൊന്നുമില്ലല്ലോ, സാധാ രാത്രി കേരളത്തിൽ എത്ര പരിപാടി ഉണ്ടാകും? പറ. 100 കണക്കിന് പരിപാടികൾ സുന്നികളുടേതുണ്ടാകും കേട്ടോ. അള്ളാഹു അതൊക്കെ നിലനിർത്തി തരട്ടെ, അഭിവൃദ്ധിപ്പെടുത്തട്ടെ. സുന്നികൾക്ക് എത്ര സ്ഥാപനമുണ്ട്? എണ്ണിയാൽ ഒടുങ്ങൂല്ലാത്ത സ്ഥാപനം. സുന്നികൾക്ക് എത്ര മൗലവിമാര് വാളന്മാരുണ്ട്? സുബ്ഹാനല്ലാഹ്, എത്ര ഉണ്ടാവും?